ഹായ് ഗായ്സ്, ഇന്ന് എന്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഇന്ന് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഒരു അളവ് ചുരിദാർ വെച്ച് എങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പഠിക്കാം നോക്കാം. പോവാം. അത് നമ്മൾ ആദ്യം ഒരു തുണി 4 ആക്കി മടക്കി വെക്കാം. എന്നിട്ട് നമ്മളെ അളവ് ചുരിദാർ വെക്കാം. അളവ് ചുരിദാർ കറക്റ്റ് ആക്കി 2 ആക്കി മടക്കാം. പകുതിയിൽ മടക്കിയിട്ട് കറക്റ്റില് നമ്മളിത് ഇവിടെ വെക്കാം. ഷോൾഡർ വെച്ചിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഇതിന്റെ കഴുത്തിന്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളെ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഹിപ്പിന്റെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് സ്ലിറ്റിന്റെ സ്ഥലത്ത അത് മാർക്ക് ചെയ്യാം. അപ്പൊ ഇതാണ് ഫൈനൽ. ഇതെടുക്കാം. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് കറക്റ്റ് നേരെ ഒരു വര വരയ്ക്കാം. ഇവിടുന്ന് കറക്റ്റ് ഒരു വര വരയ്ക്കാം. ഇത് കൂട്ടി യോജിക്കുന്നിടത്തുനിന്ന് ഒരു ഇതില് റൗണ്ടില് ആമ്പോള് വരച്ചു വെക്കാം. ഇതില് ഇത് വരച്ചില്ലേ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഇത് ബാക്കിലത്തെ നെക്കിന്റെ അളവാണ്. ഫ്രണ്ട് നെക്ക് നമുക്ക് എത്ര വേണമെന്ന് നോക്കിയിട്ട് എത്ര നിങ്ങളുടെ ഇഷ്ടത്തിന് അളവെടുക്കാം. അപ്പോൾ അത് ഓരോരുത്തർ ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ഇത്ര ഒരു 4-5 ഒക്കെ എടുക്കാണ് ഇങ്ങനെ വെച്ച് വെക്കാം. ഇവിടെ എനിക്ക് ബാക്ക് ഒരു കർവ് വരയ്ക്കാം, ഇവിടെ കർവ് വരയ്ക്കാം. എന്നിട്ട് ഇവിടെ നമ്മൾ ഷേപ്പാക്കി ഇത് ഇവിടെ എന്നിട്ട് ലെങ്ത്തിലേക്ക് നേരെ വരച്ചു കൊടുക്കണം. അതാണ് ഫൈനൽ ലുക്ക്. എന്നിട്ട് നമ്മൾ ഈ അളവ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ കൂടെ തയ്യൽ തുമ്പായിട്ട് ഇവിടെ നമുക്ക് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ, ഞാനിവിടെ 1 ഇഞ്ചാണ് എടുക്കുന്നത്. അതിങ്ങനെ മാർക്ക് ചെയ്യുക, താഴത്തോളം മാർക്ക് ചെയ്യുക. ഇവിടെ ഇത് കഴിഞ്ഞിട്ട് അവിടെ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ അല്ലേ നമ്മളെ ലെങ്ത്തിന്റെ അവിടെ, ലെങ്ത് എവിടെയാണോ അതിന്റെ കൂടെ ഇവിടെ വരിക ലെങ്ത് എങ്കിൽ ഇവിടെ ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് വെക്കുക. 2 ഇഞ്ച് അത് മൊത്തത്തിൽ ഇങ്ങനെ ചെയ്തിട്ട് ഇവിടുന്ന് കട്ട് ചെയ്യാം. ഓക്കെ. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് ബാക്കിലത്തെ നെക്ക് നമ്മൾ ആദ്യം കട്ട് ചെയ്യണം. ഓക്കെ. ഇതിങ്ങനെ ഇതിലൂടെ ആദ്യം കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് നെക്ക് മാത്രം എടുത്തിട്ട് ഫ്രണ്ട് മാത്രം വെട്ടണം. ബാക്കിലത്തത് അവിടെ തന്നെ വെക്കണം. ഓക്കെ. അപ്പൊ നമ്മൾ 1 ഇഞ്ച് ഗ്യാപ്പിൽ വിട്ട് തയ്യൽ തുമ്പിട്ടില്ലേ, അതും ഇതുപോലെ കറക്റ്റ് ആക്കി തായോളം വരയ്ക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ലെങ്ത്. അതിന്റെ കൂടെ 2 ഇഞ്ച് തായോട്ട് കൂട്ടിയിട്ട് അവിടെ വരെ ആക്കാം. അപ്പൊ അതാണ്. അപ്പൊ നെക്കിനെ മനസ്സിലായില്ലേ? ഇനി നമ്മൾ നോക്കണ്ടേ, ഈ അളവ് വെച്ച് ഇതിലൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്താൽ കൊടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കുർത്തടിക്കും. പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ സ്റ്റിച്ച് ചെയ്യുന്നത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.